നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ കല്യാണം ഉണ്ട്. ഇത് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരു കല്യാണ മാമാങ്കം തന്നെയാണ് അവിടെ നടക്കാൻ പോകുന്നത്. 354 വിവാഹങ്ങൾ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു വിവാഹം നടക്കുമ്പോൾ തന്നെ അതിന് നമുക്കൊക്കെ അനുഭവപ്പെടുന്ന തിരക്കും അതിനായിട്ടുള്ള ഒരുക്കങ്ങളും ഒക്കെ നമുക്കറിയാം. അവിടെയാണ് 354 വിവാഹങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ ഇന്ന് നടക്കാൻ പോകുന്നത്. ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കി 354 വധൂവരന്മാർ ഇന്ന് പരസ്പരം താലി ചാർത്തും. ഒരു 6 മണ്ഡപങ്ങളിലായിട്ടാണ് താലികെട്ട് നടക്കുന്നത്. ഭക്തജന തിരക്ക് കാരണം ക്ഷേത്ര ദർശനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. MS ലിഷോയ് ഉണ്ട് നമുക്കൊപ്പം ഈ വിവരങ്ങളൊക്കെയും പങ്കുവയ്ക്കാനായിട്ട്. ലിഷോയ്, കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു ഒന്നൊന്നര കല്യാണം ഒന്നും പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോഗം വേണം. 354 വിവാഹങ്ങൾ നടക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതിനകം തന്നെ ചില താലികെട്ടൊക്കെ നടന്നിട്ടുണ്ടാകും അല്ലേ? തീർച്ചയായും വലിയ തിരക്ക് തന്നെയാണ്. അതായത് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ള പോലെയല്ല. ഇന്നിപ്പോൾ ഒരു 354 കല്യാണമൊക്കെ ഇവിടെ നടക്കുക എന്ന് പറയുന്നത് റെക്കോർഡ് കല്യാണമാണ്. സാധാരണഗതിയിൽ ഈ ഒരു മേഖലയിലെല്ലാം തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും, ഇത്രയധികം തിരക്കുണ്ട്. അതായത് കല്യാണം നടക്കുന്നുണ്ട് എങ്കിൽ പോലും വലിയ തിരക്കില്ല, കൃത്യമായ ക്രമീകരണങ്ങളുണ്ട്. അതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. അതായത് എല്ലാ ഈ കല്യാണ പാർട്ടികളുടെ കൂടെയും 20 പേർക്കും അതുപോലെ തന്നെ അവരുടെ ഫോട്ടോഗ്രാഫർമാർക്കും ഉൾപ്പെടെയുള്ളവർക്കും മാത്രമാണ് ഈ ഇത്തരത്തിൽ ഈ വിവാഹ മണ്ഡപത്തിനടുത്തേക്ക് കടക്കാനായി സാധിക്കുകയുള്ളൂ. പുലർച്ചെ 5 മണി മുതലാണ് സാധാരണഗതിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹ ചടങ്ങുകളെല്ലാം തന്നെ നടക്കാറുള്ളത്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഈ തിരക്ക് പരിഗണിച്ചുകൊണ്ട് 4 മണി മുതൽ തന്നെ ഈ വിവാഹങ്ങളെല്ലാം തന്നെ നടക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഈ ക്ഷേത്ര ദർശനത്തിനായും പ്രത്യേകം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഏകദേശം 100ഓളം വിവാഹങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി വിവാഹങ്ങളാണ് ഇനിയിപ്പോൾ നടക്കാനുള്ളത്. കൂടാതെ ഈ ക്ഷേത്ര ദർശനത്തിനും സാധാരണഗതിയിൽ നമ്മൾ ഈ നിൽക്കുന്ന ഇടത്തുകൂടെ എല്ലാം തന്നെ ആളുകൾക്ക് നടന്നുപോയി കൃത്യമായി ദീപസ്തംഭത്തിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് ഈ ഗുരുവായൂരപ്പനെ വണങ്ങാനുള്ള ഒരു സമയം അല്ലെങ്കിൽ അതിനുള്ള ഒരു അനുവാദം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലില്ല. അവിടെയെല്ലാം തന്നെ ആളുകളെ കൃത്യമായി ക്രമീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇതിലൂടെ കടത്തിവിടാതെയാണ്. അതായത് ഈ വിവാഹം കഴിഞ്ഞ വധൂവരന്മാർക്കും അവരുടെ കുടുംബത്തിനും മാത്രം ഈ ഒരു പ്രധാനപ്പെട്ട നടപ്പുരയിലൂടെ ഈ കിഴക്കേ നടയിൽ നിന്ന് ക്ഷേത്ര ദർശനം നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമുള്ളൂ. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സ്ഥിരമായി ഇവിടെ 4 മണ്ഡപങ്ങളാണുള്ളത്. കൂടുതൽ തിരക്കുണ്ടാകുമ്പോൾ 5ാമതൊരു മണ്ഡപം എന്നൊക്കെ പറയുമ്പോൾ ഒരു മണ്ഡപത്തിൽ 59 കല്യാണം ഇന്ന് നടക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ 354 പേർക്ക് ഇന്ന് കല്യാണം കഴിക്കാൻ പറ്റൂ അവിടെ. ലിഷോയ്, അതായത് ഇത്രയും ഇത് കണക്കും കാര്യങ്ങളൊക്കെയാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് കുറേ വിശേഷങ്ങൾ കൂടി അറിയേണ്ടതുണ്ടല്ലോ. അതായത് ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കി കല്യാണം കഴിക്കുക എന്നുള്ളതൊക്കെ ഒരുപാട് പേരുടെ ഭയങ്കര ആഗ്രഹവും അത് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ആഗ്രഹമൊക്കെയാണ്. അതാണ് അവിടെ സഫലീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ലിഷോയ്ക്ക് പരിചയമുള്ള ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടോ? ഏതെങ്കിലും വധൂവരന്മാരെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് താലികെട്ടി ഇറങ്ങിയിട്ടുള്ള ആളുകളെയോ അല്ലെങ്കിൽ കെട്ടാൻ പോകുന്നവരെ ടെൻഷനിലാക്കി അങ്ങോട്ട് ഓടുന്നവരെ ആരൊക്കെ കാണുന്നുണ്ടോ അവിടെയെങ്കിലും? അത് പരിചയമുള്ള ആരെയും കണ്ടില്ല. പക്ഷേ നിരവധി വധൂവരന്മാർ, അതായത് നമ്മൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്തൂടെ പോകുമ്പോൾ ഏത് വഴിയിലൂടെ പോയാലും വധൂവരന്മാരെ കാണാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നിരവധി ആളുകൾ ഇവിടെയുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ കുറേ ആളുകളുടെ ബന്ധുക്കളൊക്കെ തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ എല്ലാവർക്കും ഒന്നും തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് അല്ലെങ്കിൽ അവർക്ക് ഈ വിവാഹം അടുത്തവരുടെ വിവാഹം കാണാനായുള്ള തൊട്ടടുത്ത് നിന്ന് കാണാനായുള്ള ഒരു അവസരം ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം വളരെ നിയന്ത്രിതമായി മാത്രമാണ്. നമുക്കറിയാം ഈ 385ഓളം വിവാഹങ്ങൾ നടക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗുരുവായൂരിന് അത് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും. സാധാരണഗതിയിൽ ഞായറാഴ്ച ദിവസമായതിനാൽ തന്നെ ക്ഷേത്ര ദർശനത്തിനും ഒരുപാട് ആളുകളുണ്ട്. ചേട്ടാ, കല്യാണത്തിന് കാണാനായിട്ട് വന്നതാണ്. ആരെങ്കിലും ഉണ്ടോ? ആരാണ്? അടുത്തേക്ക് പോകാനായിട്ട് എല്ലാവർക്കും അനുവാദമില്ല? എല്ലാവർക്കും ഇല്ല. നമ്മൾ ലേറ്റ് ആയി എത്തുമ്പോൾ ലേറ്റ് ആയി ഇങ്ങനെ ഒന്ന് കാണാൻ വധൂവരന്മാർ ഇത്രയും അധികം കല്യാണം നടക്കുന്ന ഒരു ദിവസമാണ്. അതെ, നമുക്ക് മുഹൂർത്തം വന്നത് 8ന്റെ 9ന്റെ ഇടയ്ക്കായിരുന്നു. അപ്പോൾ ഇവിടെ എന്തോ സ്പെഷ്യൽ പൂജ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വന്നിരിക്കണം. സ്വന്തം ചേട്ടനാണോ? ആ, പാപ്പൻ്റെ മോൾ. വേറെ ബന്ധുക്കളൊക്കെ ഇവിടെ ഒക്കെ തന്നെ ഉണ്ട്. എല്ലാവരും വന്നവർ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വരാൻ ലേറ്റ് ആയാണ്. വിവാഹം അടുത്തുനിന്ന് കാണണമെന്ന് ആഗ്രഹം കൊണ്ടാണോ ഗുരുവായൂർക്ക് എത്തിയത്? ഞാൻ വരാറുള്ളത് ഇവിടെ തൊടാൻ വരാറുള്ളത്.
ഇതിപ്പോൾ പലരുടെയും ബന്ധുക്കൾക്ക് സാധാരണഗതിയിൽ ഇവിടെ വലിയ ഗതാഗത നിയന്ത്രണം സാധാരണയിൽ അപ്പുറമായി ഉണ്ട്. കാരണം ഇത്രയേറെ ആളുകൾ എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലർക്കും അടുത്തേക്ക് എത്താൻ ആദ്യഘട്ടത്തിൽ കഴിയാതിരിക്കുന്നു. അതായത് ഈ ഒരു വിവാഹത്തിൻ്റെ ക്രമീകരണങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നതിന് വേണ്ടി ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ എത്തി ടോക്കൺ എടുത്ത് ഈ മണ്ഡപത്തിലേക്ക് ഈ ഒരു നട തുറന്നിരിക്കുന്ന സമയവും അതുപോലെ തന്നെ വിവാഹം നടത്താവുന്ന സമയവും അനുസരിച്ച് കടത്തിവിടുകയാണ്. മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ, ഗുരുവായൂർ അമ്പല നടയിൽ വിവാഹം കഴിക്കുമ്പോൾ അങ്ങനെ മുഹൂർത്തമില്ല. അതുകൊണ്ട് മുഹൂർത്തം തെറ്റുമെന്നൊരു ഭയമൊന്നും ആർക്കുമില്ല. കാരണം ഇവിടെ എത്തി ആർക്കും ഈ ക്ഷേത്ര നട തുറന്നിരിക്കുന്ന ഏത് സമയത്തും മുഹൂർത്തമായാണ് കണക്കാക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും തന്നെ ഏത് സമയത്തും താലി കെട്ടാവുന്ന ഒരു ഇടമാണ് ഗുരുവായൂർ ക്ഷേത്ര നട എന്നുള്ളതാണ്. എന്തായാലും വലിയ തിരക്ക് തന്നെയാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രത്യേക ക്രമീകരണങ്ങൾ മൂലമാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാവുന്നത് പോലെ തന്നെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഓരോ വിവാഹ പാർട്ടികൾക്കും വിവാഹം കഴിഞ്ഞ് താലി കെട്ടിയതിന് ശേഷം തിരികെ ഗുരുവായൂരപ്പനെ സാധാരണഗതിയിൽ ഈ കല്യാണത്തിന് ചെക്കനും പെണ്ണും ഒക്കെ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് ഒരുപാട് ടെൻഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ആളുകൾക്ക് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ ഉണ്ടാവും. ഇത് എനിക്കൊരു ടെൻഷൻ അടിക്കാൻ പോലും സമയം ഉണ്ടാകില്ല അല്ലേ? അല്ലെങ്കിൽ തന്നെ ഗുരുവായൂരിൽ കല്യാണം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യും, താലി കെട്ടും, അവിടെ മണ്ഡപത്തും താഴേക്ക് ഇറങ്ങും, പുറത്തേക്ക് നമുക്ക് കടക്കേണ്ടി വരും. അങ്ങനെയാണ് അവിടുത്തെ രീതി. അപ്പോൾ ഇന്നിപ്പോൾ അതിന് ടെൻഷൻ അടിക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ കല്യാണം കഴിച്ച് അവിടെ നിന്ന് പോരേണ്ടി വരില്ല ആളുകൾക്ക്. അതായത് ഇതിൽ ഒരു കാര്യമെന്ന് പറയുന്നത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം, അവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ അപ്പുറത്താണ് ഈ വിവാഹത്തിനായി വരുന്ന ആളുകൾക്കെല്ലാം തന്നെ അവിടെയും രജിസ്ട്രേഷനും അതുപോലെ തന്നെ ടോക്കണൊക്കെ നൽകി അവിടെയാണ് എത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഓരോരുത്തരെയായി ഇങ്ങോട്ടേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അതായത് ഈ മണ്ഡപങ്ങൾ ഒഴിവ് വരുന്ന സമയമനുസരിച്ച് ഓരോ മണ്ഡപങ്ങളിലേക്കുമായി ഓരോരോ വിവാഹ പാർട്ടികളെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത് കാണുന്ന ഒരു മണ്ഡപം, ആ മണ്ഡപത്തിനടുത്തേക്ക് ഇപ്പോൾ വിവാഹത്തിനായി ആളുകൾ കയറുകയാണ്. വധൂവരന്മാരെല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് കയറാനായുള്ള ഒരുക്കത്തിലാണ്. എന്തായാലും എത്രയൊക്കെ പറഞ്ഞാലും ഈ വിവാഹത്തിൻ്റെ ഒരു അവസാന സമയം, അതായത് ഈ താലികെട്ടിൻ്റെ ഒരു സമയം ഈ തിരക്കിൻ്റെ ഇടയിലൂടെ എല്ലാം എത്തി ഇതിനകത്തേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു ബന്ധുക്കൾക്ക് എന്തായാലും ഒരു ടെൻഷൻ പിടിച്ചൊരു കാര്യമൊക്കെ തന്നെയാണ്. അതിലൊരു മാറ്റമൊന്നുമില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ടെൻഷൻ അടിച്ചൊരു വിവാഹം കഴിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഈ ഇന്നത്തെ ഒരു ക്രമീകരണങ്ങൾ കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദിവസത്തിന്, അതായത് ഇങ്ങനെ ഒരു കല്യാണ മാമാങ്കം, അതെ, ഈ സാധാരണ ഒരു ദിവസം അത് തീരുമാനിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടല്ലോ. എന്താണ് ഈ ദിവസത്തിന് പ്രത്യേകത? ഇത്രയും ആളുകൾ ഈ ദിവസം വിവാഹിതരാകാൻ ആലോചിക്കാൻ പറ്റില്ല. എന്തെങ്കിലും പ്രത്യേകമുള്ള ദിവസമാണോ ഇന്ന്? അതായത് ഇത് ചിങ്ങമാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച ഏറ്റവും നല്ല മുഹൂർത്തമുള്ള ഒരു ദിവസം എന്നുള്ളതാണ്. സാധാരണ എല്ലാ വർഷവും ഗുരുവായൂരിൽ ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകാറുണ്ട്. അതായത് റെക്കോർഡ് കല്യാണം നടക്കാറുണ്ട്. അങ്ങനെ ഉള്ള ഒരു ദിവസം തന്നെയാണ്. അതായത് കഴിഞ്ഞ മുൻപുണ്ടായിരുന്ന ഈ വിവാഹങ്ങളെല്ലാം തന്നെ 260 അത്രത്തോളം എല്ലാമാണ് ഏറ്റവും അധികം വിവാഹം നടന്ന ദിവസമായി കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇത്തവണ അതിനേക്കാൾ കൂടുതലാണ്. ഇന്നിപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരുപാട് ആളുകളുടെ വിവാഹം ഉണ്ടാകാൻ സാധിക്കും. കാരണം അത്രയേറെ വിവാഹങ്ങൾ ഇന്ന് കേരളത്തിലുടനീളം നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പരിചയമുള്ള ചില ഫോട്ടോഗ്രാഫേഴ്സിനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഇന്നത്തെ ദിവസമാണെങ്കിൽ നേരത്തെ ഈ ഒരു ദിവസം 8-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസത്തേക്ക് ഒരു വർക്ക് എടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഒരു കല്യാണം ഷൂട്ട് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർ പറയുക ഇല്ല എന്നായിരുന്നു. കാരണം അത്രത്തോളം മുഹൂർത്തമുള്ള, അത്രത്തോളം തിരക്കുള്ള ദിവസമാണ്, അത്രത്തോളം അധികം വിവാഹങ്ങൾ നടക്കുന്ന ഒരു ദിവസമായാണ് ഇന്നത്തെ ഒരു ദിവസത്തെ കണക്കാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ചിങ്ങമാസം എന്നുള്ളത് തന്നെയാണ്. ചിങ്ങമാസത്തിലെ ഏറ്റവും അവസാനത്തെ അടുത്ത ആഴ്ചയൊക്കെ ഓണത്തിന്റെ ദിവസങ്ങളായി. അപ്പോൾ അതിന്റെ തിരക്കുകളും മറ്റുമായി കാണാൻ സാധിക്കുന്നുണ്ട്. ചെക്കനും പെണ്ണും ഒക്കെ ഓടിയെത്തുന്ന മണ്ഡപത്തിലേക്ക് ഓടിയെത്തുന്നുണ്ട്. ചിലർ ഓടി ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഗുരുവായൂർ അമ്പല നടയിൽ ഇന്ന് കല്യാണം നടക്കുകയാണ്. കല്യാണം എന്നൊക്കെ പറയുമ്പോൾ 1, 2, 3 30 300 354 പേരാണ് ഇന്ന് സാക്ഷാൽ ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിക്കൊണ്ട് വിവാഹിതരാകാൻ പോകുന്നത്.